ദൊഗാഷിമ ഇസുവിലെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ കടലിൽ ഒരു സീക്രട്ട് ഗുഹയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഫ്രീ ആയിട്ട് വിഷറിയൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പം സ്ഥലത്ത് നല്ല ചൂടാന്നാ തോന്നുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഇവർ കയറുന്ന പോലെ ആ മലയൊക്കെ കയറാൻ. വെള്ളത്തിൻ്റെ കളറൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത്ര ഭംഗിയുള്ളൊരു കടലിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ടും വന്നു. ബോട്ടിൽ ഇരിക്കാനും ബാക്കിൽ ഇതുപോലെ നിൽക്കാനും ഉള്ള സൗകര്യങ്ങളുണ്ടായിരുന്നേ. ഞങ്ങൾ പുറകെ നിന്നാണ് കാഴ്ചകൾ കണ്ടത്. എന്തു ഭംഗിയല്ലേ കാണാന്. വെള്ളത്തിന്റെ കളറിന്റെ കാര്യം ഞാൻ പിന്നെ എടുത്തു പറയണ്ടല്ലോ. ഈ കാണുന്ന സ്ഥലമൊക്കെ പണ്ട് സമുദ്രത്തിനടിയിലായിരുന്നു. മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഉണ്ടായ ഒരു അണ്ടർ വാട്ടർ വോൾക്കാനിക് ഇറപ്ഷനിലൂടെയാണ് ഇതൊക്കെ ഉണ്ടായത്. ദേ ആ കാണുന്നത് ഒരു മണൽപ്പാലമാണ്. വേലിയിറക്ക സമയത്ത് നമുക്ക് ഇതിലൂടെ നടന്ന അടുത്തുള്ള ദ്വീപിൽ പോകാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സുറുഗ ബേയിലൂടെയാണ്. ജപ്പാന്റെ ഏറ്റവും ആഴം കൂടിയ ഉൾക്കടലാണിത്. ഡെപ്ത് ഉള്ളത് കൊണ്ട് മാത്രമല്ല, വെള്ളം നല്ല ക്ലീൻ ആണ്. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഇത്ര അടിപൊളി കളറ്. ആ കാണുന്നതാണ് ആ ഗുഹ. ഗുഹയുടെ ഉള്ളിൽ ഞാൻ നാളെ കാണിക്കാവേ.